ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് അറിയോ? പാലക്കാട് ഒരു ഫ്ലവർ ഷോ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തതൊന്നുമല്ല. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഫ്ലവർ ഷോ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം കയറിയപ്പോൾ എനിക്ക് അത്ര ഇമ്പ്രസ് ആയില്ല. ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സ് അതേപോലെ നമ്മുടെ ഇങ്ങനെ ഓരോ വില്ല പോലെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ടടിച്ചു പോയി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നിറയെ ഫ്ലവേഴ്സ്, അതിലൊക്കെ ചെറിയ ചെറിയ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൈറ്റ് വെച്ചിട്ടത് കാണാൻ വേറൊരു ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഇതേപോലെ കുറേ പിക്ചേഴ്സ് അവർ മോഡൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതേപോലെ പോസ് നിന്നിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ അവിടെ ഒരാൾ കഴിയുമ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് ഭയങ്കര തിരക്കായിപ്പോയി. പിന്നെ ഇതേപോലെ നമുക്ക് ഫോട്ടോസിന് വേണ്ടിയിട്ട് അവർ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റ്സൊക്കെ വെച്ചിട്ട് ഓരോ പോയിൻ്റ് ഉണ്ട്, സെൽഫി പോയിൻ്റ് പോലെ ഓരോ പോയിൻ്റ് ഉണ്ട്. ഇതുണ്ടോ, ഇവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഈശാൻ ശരിക്കും വണ്ടറടിച്ച് പോയി കേട്ടോ. കണ്ടപ്പോൾ ലൈറ്റ്, ഫ്ലവേഴ്സ്, കുറേ കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളല്ലേ. അവൻ ശരിക്കും ഹാപ്പി ആയിരുന്നു. ആദ്യം ഞാൻ ശരിക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ഫ്ലവർ പോലെയാണ് നമുക്ക് തോന്നുക. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഒറിജിനൽ ആയിരിക്കുമെന്ന്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ലൈറ്റ്സൊക്കെ ഇട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ലൈറ്റ് ഇട്ടതിൻ്റെ ശേഷം. കുറച്ച് മുന്നോട്ട് പോയി നോക്കിയ സമയത്താണ് കണ്ടത് അവിടെ ഇത് മാത്രമല്ല കുറേ റൈഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണത്തിൽ ഇഷാനെ ജസ്റ്റ് ഒന്ന് കയറ്റി നോക്കി. അവൻ ശരിക്കും ഹാപ്പിയായി. പിന്നെ കുഞ്ഞു കുഞ്ഞു സ്നാക്സിൻ്റെ കോർണറൊക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഒരു ചീസിൻ്റെ മിക്സ് ആയിട്ടുള്ള കോൺ ഒരെണ്ണം കഴിച്ച് നോക്കിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അവരതിൽ ഗീ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നമുക്ക് കാണാനുള്ള അത്രയും സംഭവങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ സമയം പോണതേ അറിയില്ലായിരുന്നു. കുറേ മീനുകളെ കണ്ടു, കളർഫുള്ളായിട്ടുള്ള മീനുകളെ കണ്ടു. പിന്നെ നമ്മുടെ ഈ കല്യാണ വീട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, അതേപോലെ അവർ നിറയെ ഫ്ലവർ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ഭാഗത്തും കേട്ടോ. ഇഷാനെ കുറച്ച് നേരം കളിക്കാനൊക്കെ ആയിട്ട് വിട്ടു. അവൻ പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ അവൻ്റെ അത്ഭുതം കാണാൻ തന്നെ ഒരു രസമായിരുന്നു കേട്ടോ. പ്ലസ് നമുക്കൊരു ആംബിയൻസിന് വേണ്ടിയിട്ട് അവിടെ നല്ല അടിപൊളി സോങ്സും വെച്ച് തന്നു കേട്ടോ അവർ. ഐസ്ക്രീം, കോണ്, പിന്നെ കടല, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. മൊത്തം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. ഞങ്ങൾ കോണ് മാത്രം വാങ്ങിച്ചിട്ട് കഴിച്ചു നോക്കി കേട്ടോ. പിന്നെ ഇതേപോലെ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട്. അതിൻ്റെ അവിടെയൊക്കെ നിന്നിട്ട് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഓരോ പോയിൻ്റ് ഉണ്ട്, എല്ലാത്തിലും ലൈറ്റ് വച്ചിട്ട് കാണാനാണ് കുറച്ചും കൂടി ഭംഗി. ഇതാണ് ഇനി പ്രത്യേകം എടുത്തു പറയേണ്ട സംഭവം. ഇൻസ്റ്റാഗ്രാമിൽ മാത്രം കണ്ടുവന്നിട്ടുള്ള ഒരു വെർച്വൽ റിയാലിറ്റിയുടെ പ്രതിഭാസം ഞാൻ നേരിട്ട് അനുഭവിച്ചു. അത് കഴിഞ്ഞ് ആ സാധനം കണ്ണിൽ നിന്ന് എടുത്ത് മാറ്റിയപ്പോഴാണ് അടുത്തുള്ളവർ മൊത്തം എന്നെ നോക്കിയിട്ട് ചിരിക്കുകയായിരുന്നു. പിന്നെയും ഒത്തിരി സ്റ്റാളും കാര്യങ്ങളും ഉണ്ട് നമുക്ക് കാണാനായിട്ട്. വള, മാല, ഡ്രസ്സ്, ഇതിൻ്റെയൊക്കെ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. ഞങ്ങളപ്പോൾ കുറച്ച് നേരമൊക്കെ കറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. പിള്ളേർ വീട്ടിലായതുകൊണ്ട് ലേറ്റ് ആവുന്നത് കൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ചിറങ്ങി.